ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ഓർക്കാനും മറക്കാനും ആഗ്രഹിക്കുന്ന വർഷമാണ് 2024. 11 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ത്യ ഒരു ICC കിരീടത്തിൽ മുത്തമിട്ടപ്പോൾ 12 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ നാട്ടിൽ ടെസ്റ്റ് പരമ്പര തോറ്റ് തലകുനിക്കുകയും ചെയ്തു. T20 ലോകകപ്പിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കിരീടത്തിൽ മുത്തമിട്ടത് ഈ വർഷമാണ്. തൊട്ടു മുൻവർഷം ഏകദിന ലോകകപ്പിൽ കൈയകലത്തിൽ നഷ്ടമായ കിരീടം രോഹിത്തും സംഘവും കയ്യെത്തിപ്പിടിക്കുകയായിരുന്നു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഫൈനലിൽ തോൽവി ഉറപ്പിച്ചെടുത്തു നിന്ന് അവസാന 5 ഓവറിലെ മാസ്മരിക ബൗളിംഗ് പ്രകടനത്തിലൂടെയാണ് ഇന്ത്യ കിരീടത്തിൽ മുത്തമിട്ടത്. ബുംറയുടെ മാസ്മരിക ബൗളിംഗും ഹാർദിക് പാണ്ഡ്യയുടെ ഓൾറൗണ്ട് മികവും ഡേവിഡ് മില്ലറെ പുറത്താക്കിയ സൂര്യകുമാർ യാദവിന്റെ അസാധ്യ ക്യാച്ചുമെല്ലാം വർഷങ്ങളോളം ആരാധകരുടെ മനസ്സിലെ തിളക്കമുള്ള ചിത്രങ്ങളായി തന്നെ ഉണ്ടാവും. ആ ചിത്രത്തിൽ ഒരു മലയാളി മുഖവും കൂടിയുണ്ട്, സഞ്ജു സാംസണിന്റെ. പ്ലേയിങ് 11-ൽ അവസരം കിട്ടിയില്ലെങ്കിലും ലോകകപ്പ് നേട്ടത്തിൽ പങ്കാളിയാവാൻ സഞ്ജുവിന് കഴിഞ്ഞു. T20 ലോകകപ്പ് നേട്ടത്തോടെ ഇന്ത്യൻ ക്രിക്കറ്റ് 3 ഇതിഹാസ താരങ്ങളുടെ വിടവാങ്ങലിനു കൂടി സാക്ഷ്യം വഹിച്ചു. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ T20 ക്രിക്കറ്റിലെ ഏറ്റവും വലിയ റൺവേട്ടക്കാരനായി പാഡ് അഴിച്ചപ്പോൾ രണ്ടാമനായി വിരാട് കോഹ്ലിയും ക്രിക്കറ്റിനോട് വിട പറഞ്ഞു. ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച സ്പിൻ ഓൾറൗണ്ടർമാരിൽ ഒരാളായ രവീന്ദ്ര ജഡേജയും T20 ക്രിക്കറ്റിലെ പോരാട്ടങ്ങൾ അവസാനിപ്പിച്ചു. ആരാധകരെ ഞെട്ടിച്ച് BCCI നിർണായക പ്രഖ്യാപനം നടത്തിയ വർഷം കൂടിയായിരുന്നു 2024. രോഹിത്തിന് കീഴിൽ വൈസ് ക്യാപ്റ്റനായിരുന്ന ഹാർദിക്കിനെ മറികടന്ന് സൂര്യകുമാർ യാദവിനെ പുതിയ നായകനായി പ്രഖ്യാപിച്ചു. ഓസ്ട്രേലിയയും ശ്രീലങ്കയും ദക്ഷിണാഫ്രിക്കയും എല്ലാം വീഴ്ത്തി സൂര്യകുമാർ യാദവ് തന്റെ തിരഞ്ഞെടുപ്പിനെ ന്യായീകരിക്കുകയും ചെയ്തു. ഈ വർഷം അവസാനം നടന്ന IPL ലേലമായിരുന്നു ആരാധകരെ അമ്പരപ്പിച്ച മറ്റൊരു സംഭവം. 26.75 കോടിക്ക് ശ്രേയസ് അയ്യർ സ്വന്തമാക്കിയ പഞ്ചാബിന്റെ റെക്കോർഡ് മിനിറ്റുകൾക്കുള്ളിൽ തകർത്ത് ഋഷഭ് പന്ത് 27 കോടിക്ക് ലക്നൌവിലെത്തി. ഇതോടുകൂടി IPL ചരിത്രത്തിലെ ഏറ്റവും വില കൂടിയ താരമെന്ന റെക്കോർഡും ഋഷഭ് പന്ത് സ്വന്തമാക്കി. താരങ്ങൾ പലരും കൂടുവിട്ട് കൂടുമാറിയപ്പോൾ KL രാഹുൽ ലക്നൗ വിട്ട് ഡൽഹിയിലും ഋഷഭ് പന്ത് ഡൽഹി വിട്ട് ലക്നൌവിലും ശ്രേയസ് അയ്യർ കൊൽക്കത്ത വിട്ട് പഞ്ചാബിലും എത്തി. 23 കോടിക്ക് വെങ്കടേഷ് അയ്യരെ കൊൽക്കത്ത തിരിച്ചു പിടിച്ചതായിരുന്നു ആരാധകരെ ലേലത്തിൽ ഞെട്ടിച്ച മറ്റൊരു കാര്യം. ലോകകപ്പ് നേട്ടത്തിന്റെ തിളക്കത്തിലും ഇന്ത്യൻ ആരാധകർ മറക്കാൻ ആഗ്രഹിക്കുന്ന ടെസ്റ്റ് പരമ്പരയായിരുന്നു ന്യൂസിലാൻഡിനെതിരെ ഒക്ടോബർ നവംബർ മാസങ്ങളിലായി നാട്ടിൽ നടന്നത്. ഇന്ത്യ 3-0 പരമ്പര ജയിക്കുമെന്ന് പ്രതീക്ഷിച്ച ആരാധകരെ ഞെട്ടിച്ച് ന്യൂസിലാൻഡ് 0-3 പരമ്പര തൂത്തുവാരി. മുൻ പരമ്പരയിൽ ശ്രീലങ്കയോട് പോലും 0-2 തോറ്റെത്തിയ ന്യൂസിലാൻഡാണ് നാട്ടിൽ ഇന്ത്യയെ അട്ടിമറിച്ച് ചരിത്രം എഴുതിയത്. നാട്ടിൽ 12 വർഷത്തിനു ശേഷം പരമ്പര തോറ്റുവെന്ന നാണക്കേടിന് പുറമെ ചരിത്രത്തിൽ ആദ്യമായി സമ്പൂർണ്ണ തോൽവി വാങ്ങിയെന്ന നാണക്കേടും രോഹിത്തിന്റെ തലയിലായി.